പാരന്റ്സ് ആരാ? അവരെവിടെയാ? മോനെ, അവര് അവര് ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അതിനുശേഷം മീനിനെ വളർത്തിയത് ഞാനാ, എന്റെ കൈകളിലാ. അപ്പൊ ചെറുപ്പം തൊട്ട് നിങ്ങളുടെ ഈ സത്യം മറച്ചു വെക്കുമായിരുന്നു എന്റെ മുന്നിൽ? മോനെ, അങ്ങനൊന്നുമല്ല. അവക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ എല്ലാം നമ്മൾ അങ്ങനെ വിചാരിച്ചത്. അവക്ക് സ്വന്തം എന്ന് പറയാൻ എല്ലാരും ഉണ്ടെന്ന് അവക്ക് തന്നെ തോന്നാൻ വേണ്ടിട്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മായി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താന്ന്. പക്ഷെ എന്നാലും ഇത്രയും വർഷം എന്നോട് പറയാൻ ഒരു വട്ടം പോലും തോന്നിയില്ലല്ലോ. അത് എന്റെ വിഷമം. മോനെ, ഈ അമ്മയോട് ക്ഷമിക്കടാ. എനിക്ക് പറ്റിയില്ല, സോറി. അപ്പൊ മീനുന് ഒരു സത്യം അറിയത്തില്ലേ? മീനുന് എല്ലാ സത്യങ്ങളും അറിയും. ആ അമ്മായി എന്താ പറയുന്നേ? മീനുന് എല്ലാ സത്യങ്ങളും അറിയെങ്കിൽ അവളുടെ മുഖത്തുനിന്ന് എനിക്കെന്താ വായിക്കാൻ പറ്റാത്തെ? മോനെ ചന്തു, നിനക്കറിയാഞ്ഞിട്ടാ. മീനു പുറത്ത് കാണിക്കുന്ന ധൈര്യം തന്നെ അവളുടെ മനസ്സിൽ എന്തുമാത്രം സങ്കടം വെച്ചിട്ടാന്ന് എനിക്കറിയാം. അമ്മ, വരുണിന്റെ അമ്മ പറയുന്നത് അവരുടെ ഏട്ടന്റെ മോളാണ് മീനു എന്ന്. അപ്പോ അമ്മയ്ക്ക് അതറിയാമായിരുന്നോ? ഇല്ല മോനെ, എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പോ ഇവരെ കാണും വരെ. അപ്പോ അമ്മ എന്താ ഇതിനു മുമ്പ് അവളെ അന്വേഷിക്കാത്തത്? അമ്മ അന്വേഷിച്ചിരുന്നേ നമ്മള് എപ്പോഴും അറിയില്ലായിരുന്നോ? അത് മോനെ ചന്തു, എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടന് മോളുണ്ടെന്നും മോള് ജീവനോടെ ഉണ്ടെന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ലേ? എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനെ ചന്തു, നീ വിചാരിക്കും പോലെയല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് മോനെ, ഞാൻ എല്ലാം പറയാം. എന്താടാ ആളിയ ഇവിടെ തന്നെ നിന്നിട്ട്? ക്ലാസ്സിൽ പോവാനൊന്നും ഉദ്ദേശമില്ല? ഡാ ആനന്ദി, നീ എന്താ പേടിപ്പിക്കാൻ നോക്കുക? ഓ പിന്നെ നീ പേടിക്കാൻ. നീ എന്നാടി ഇവിടെ? ക്ലാസ് ഒന്നും ഇല്ലേ നിനക്ക്? അത് പിന്നെ ഉണ്ടിട്ടാ, ഞാൻ പോവാന് ഇരിക്കുമ്പോഴാ ദേവേട്ടനെ കണ്ടത്. ഓ, രണ്ടുപേരുടെയും കിന്നാര പറച്ചിലായെങ്കി മോള് ചെന്നേക്ക്. എന്തുവാടാ നിനക്ക്? ആ ഇത് കൊള്ളാലോ, അവളെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടപോലെ. നീ പോയേ? എടാ അളിക, നീ എന്തായാലും അവളെ തന്നെയാ കെട്ടാൻ പോകുന്നേ. എന്നിട്ടും എന്തിനാണ് ഇവിടെയും വന്നിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്നേ? നിന്റെ പറച്ചില് കേട്ടാതൊന്നും ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നീ ഒന്നും സിനിമ കാണാറില്ലേ? അതിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഓ, നീ ഇപ്പൊ സിനിമകൾ നോക്കിയിട്ട് മാതൃകയാവാൻ പോവാണോ? ഒന്നും മിണ്ടാണ്ട് തന്നെ. ആ ശരി ശരി മതി, വാ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇന്ന് കുറെ പിള്ളേര് പുതിയതായി വരാൻ പോവുമല്ലേ, നമുക്ക് അവരൊക്കെ പരിചയപ്പെട്ടിട്ട് പോവാന്നേ. എടാ നിനക്കെന്താടാ പരിചയപ്പെടാനോ? എന്തേ? അതെന്താടാ അങ്ങനെ ഒരു പറച്ചില്? എന്തേ, എനിക്ക് പരിചയപ്പെടാൻ പറ്റത്തില്ലേ? ഇത് കൊള്ളാലോ. അങ്ങനെയല്ല, എന്നാലും എന്തോ ഒരു ഇളക്കം പോലെ. ഓ, ഇളക്കെങ്കിൽ ഇളക്കം. എനിക്ക് വേണ്ട ആരെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. നീ നോക്കുവോ നോക്കാതിരിക്കുവോ എന്താന്ന് വെച്ച് ചെയ്തു. പക്ഷെ ഞാനില്ല, ഞാൻ ക്ലാസ്സിലോട്ട് പോവാം. ആടാ, അല്ലേലും നീയൊക്കെ എന്റെ കൂടെ നിക്കത്തില്ലല്ലോ. നിനക്കൊക്കെ ഓൾറെഡി സെറ്റ് ആയതല്ലേ. അതുകൊണ്ട് നീ പൊക്കും. ഞാനേ അവനെ വിളിച്ചോളാം. നീ ആരെ വിളിക്കാൻ നിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്തു, ഞാൻ പോവാം. നീ പോടാ, നീ പോയി ആ ബുക്ക് അങ്ങ് തിന്ന്. ഓ ആയിക്കോട്ടെ. ദാണ്ടടാ നിന്റെ വാല് വരുന്നുണ്ട്. അവൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നിന്നെ പോലെയല്ല. നീ പോവും. ഓ ചങ്ക് ആയിക്കോട്ടെ, നമ്മളൊന്നും ഇല്ലേ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിച്ചോ. എന്നാ ഞാൻ പോട്ടെ. രാവിലെ തന്നെ എന്താ അളിയ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അളിയന്മാര് തമ്മിൽ എന്തോ വാക്ക് തർക്കാണെന്ന് തോന്നുന്നു. എന്താ? എടാ അശോകെ, എന്താന്നാ പറയാ, ഇവിടെ കൊഞ്ചിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ വന്നു ഇടപെട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് പുതിയ പിള്ളേരെ പരിചയപ്പെടാൻ അവനൊന്ന് വിളിച്ചു. അവൻ വരത്തില്ലാന്ന്. പിന്നെ എനിക്ക് ദേഷ്യം വരാതെ ഇപ്പോ. അതാ ഞാൻ. ഓ അങ്ങനെ വരട്ടെ. അല്ലെങ്കിൽ എനിക്ക് തോന്നി
സിംഗിൾ ആയതിന്റെ വിഷമല്ലേ? സാരമില്ല, ഞാനുണ്ട് നിന്റെ കൂടെ. വാ, നമുക്ക് പോയി പുതിയ പിള്ളേരൊക്കെ പരിചയപ്പെട്ടിട്ട് വരാം. ആഹാ, നീ ആടാ മുത്ത്. വാ എന്നാ പോയാലോ? ആ, ഡബിൾ ഓക്കെ. അളിയ, എന്താടാ ഒന്നിനും കാണാത്തത്? അതോ എനിക്ക് വേണ്ട ആള് ഇതുവരെ വന്നില്ലേ? ആ, വെയിറ്റ് കറോ ബായ്, അഭി ഭി ടൈം ബാക്കി ഹേ. അതെ അതെ, ടൈം ഒക്കെ ഉണ്ട്. ബട്ട് എന്തോ ഒരു വെപ്രാളം പോലെ. എന്നാൽ ഒരു കൊച്ചിനെങ്കിലും കണ്ടിരുന്നേ, ഒന്ന് സമാധാനായന്. ഇവിടം വരെ വന്നതല്ലേ. അതൊക്കെ വരും, നമുക്ക് വേണ്ട ആള് തന്നെ വരും. നീ വിഷമിക്കാണ്ട് ഇവിടെ തന്നെ നിൽക്ക്, ഞാനാ പറയുന്നേ. ആ, അതെന്താ നീ പറഞ്ഞ ആകാശത്തുനിന്ന് പൊട്ടി വളച്ച ആരെങ്കിലും വരുമോ? പോടാ. അല്ല, നിന്റെ മിത്ര വന്നില്ല? ആ, അവളൊക്കെ വന്നിട്ടുണ്ടാവുന്നേ. അവളിപ്പോ ക്ലാസ്സിൽ കാണും, നമ്മളെപ്പോലെ അല്ലല്ലോ. സോ ഇന്റർവെല്ലിന് കാണാം അവളെ. ഇപ്പൊ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നേ. വാട്ടവർ. എന്നാൽ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും എനിക്ക് കാണാത്തത് എന്തുകൊണ്ടാ? ഇനി ഈ വർഷവും ഇല്ലേ? ഓ, ഇങ്ങനെ വിഷമിക്കല്ലേ എന്റെ അളിയാ. ആൾക്കാർ വരുന്നതേ ഉള്ളൂ, നോക്കിയിരുന്നോ, വരും. ഈ വർഷമെങ്കിലും ഒരാളെങ്കിലും വന്നാ മതിയായിരുന്നു. അല്ലടാ അളിയാ, എന്ത് ധൈര്യത്തിലാ നിനക്ക് പ്രേമിക്കാൻ ഇത്രമാത്രം ആഗ്രഹം? നിന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയാലോ. നടക്കത്തില്ല, വെറുതെ എന്തിനാ? അങ്ങനെ എതിർക്കാൻ വേണ്ടി തന്നെയാ എനിക്ക് പ്ലാൻ. അല്ലെങ്കിലും അയാൾ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കാനൊന്നും പോകത്തില്ല. അയാളുടെ ബിസിനസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് അതൊന്നും പറ്റത്തില്ല. അയാൾ ഓൾറെഡി എന്തൊക്കെയോ വിചാരിച്ചു വെച്ചേക്കുവാ. അതെ, നിന്റെ അച്ഛന് ഓൾറെഡി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. പിന്നെ നീ അതിനെ എതിർക്കാൻ പോയാ നിന്റെ അച്ഛൻ വെറുതെ നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എപ്പോഴും അങ്ങേര് പറയുന്നത് കേട്ടിട്ട് ജീവിക്കാൻ എന്നെ ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അനന്യെ ദേവനുമായിട്ട്? അവർക്ക് പരസ്പരം ഇഷ്ടമായോണ്ട് ഓക്കെ. അല്ലായിരുന്നെങ്കിൽ അച്ഛൻ അവളെ ഫോഴ്സ് ചെയ്തിട്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചേനെ. അവന്റെ ഫാമിലി നല്ല വെൽത്ത് ഉള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല പപ്പയുടെ ഉദ്ദേശം എന്താന്ന്. എന്നും പണത്തിന്റെ പിന്നാലെയാ. എടാ, എന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്നത് തന്നെയാ, മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം, നന്നായി സമ്പാദിക്കണം, അങ്ങനെയൊക്കെ. സോ ഇങ്ങനെ ആഗ്രഹിച്ചതേ ഉള്ളൂ. അതിന് നീ ഇപ്പൊ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശരി, നീ ഇപ്പൊ ഏതായാലും പപ്പയെ എതിർക്കാൻ പോവാ. എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് വല്ല ഊഹമുണ്ടോ? എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ, അത് വഴിയെ നേരിടാം. എനിക്കിപ്പം ഒരാളെ പ്രേമിക്കണം, അവളെ തന്നെ കെട്ടണം, പപ്പയെ എതിർക്കണം, ഞാൻ സ്വന്തം കാലിൽ ജീവിക്കണം. എനിക്കിതൊക്കെ ചെയ്യണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ആഹാ, എന്ത് നല്ല നടക്കാത്ത ആഗ്രഹം. നടന്നു തന്നെ. കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുമെന്ന്. ഏതായാലും നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. എന്തിനും. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഞാനെല്ലാം നിന്നോട് പറയുന്നത്. എന്താടാ പെട്ടെന്നൊരു ഇളങ്കാറ്റ് വീശുന്ന പോലെ നിനക്ക് തോന്നുന്നില്ലേ? കാറ്റോ? എനിക്കൊന്നും വീശുന്നില്ലല്ലോ. ഇതെന്തുവാ നിനക്ക് മാത്രമായിട്ട്? നിനക്ക് തോന്നത്തില്ല. ഐ തിങ്ക് somebody is coming. എടാ, അങ്ങോട്ട് നോക്കി, ആരാ വരുന്നേന്ന്? എന്റെ കൽബിലെ മാലാക. ആ, കൽബിലെ മാലാകയാ? ആര്? Oh my God. എടാ, നീ നോക്കിയത് മതി, അവളിന്റെ. എടാ, ഓക്കെ, സമ്മതിച്ചു. ബട്ട് അവളും കൂടി വിചാരിക്കണ്ടേ? ആ, അതൊക്കെ വിചാരിക്കും. എക്സ്ക്യൂസ് മീ, ഇവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന് പറയാമോ? ഓ, ഒന്ന് കാണിച്ചു തരാമോ? ഞാനിവിടെ ആദ്യമായിട്ടാ. ഹലോ ആനന്ദേ, നിന്നെ വിളിക്കുന്നേ. ആനന്ദേ, ഇവനെന്താ പറ്റി? എടാ, എന്താ എന്തെങ്കിലും ചോദിച്ചോ? അതെ, പ്രിൻസിപ്പലിന്റെ ഓഫീസ് എവിടെയാന്ന് ചോദിച്ചത്. ആള് ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ഓ, ഓഫീസോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോറി, താൻ ന്യൂ അഡ്മിഷൻ ആണോ? ആ, അതെ, PG ഫസ്റ്റ് ഇയർ ചേരാൻ വന്നതാ. ഈ സ്ഥലം അത്ര പരിചയമില്ല, അതുകൊണ്ടാ.
ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഷോ എന്നെ കൂടെ വരൂ. താങ്ക് യു. എടാ അളിയോ, ഞാൻ ഒന്ന് പ്രിൻസിപ്പലിന്റെ ഓഫീസ് വരെ പോയിട്ട് വരാം. എനിക്ക് വയ്യ. അളിയോ, ഓൾ ദ ബെസ്റ്റ്. പോയി പൊളിച്ചിട്ടോ. പിന്നെ എന്തെങ്കിലും മണ്ണത്തരം കാണിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊളാക്കരുത്. ഓക്കെ ഓക്കെ. എന്നാ നീ ക്ലാസ്സിലോട്ട് ചെല്ലും, ഞാൻ വരാം. ആ ഓക്കെ ഓക്കെ, ബൈ ബൈ. എന്താ കുട്ടിയുടെ പേര്? സുമിത്ര. Wow, nice name. ആനന്ദ്. താൻ ഏത് ഡിപ്പാർട്ട്മെന്റാ? MSW. ഓ ഓക്കെ ഓക്കെ. താൻ എന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നേ? തനിക്ക് എന്നോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓ സോറി, അത് പിന്നെ എൻ്റെ സ്വഭാവം എങ്ങനെയാ. എനിക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചിട്ട് അത്ര പരിചയമൊന്നുമില്ല. ആക്ച്വലി ഐ ആം ആൻ ഇൻട്രോവേർട്ട്. അതാ എനിക്ക് കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാകുന്നത്. സോറി, തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ. ഓ ഓ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഡോണ്ട് വറി. തനിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാവരും ഇങ്ങനെ സംസാരിക്കും. അതുകൊണ്ടാ സോറി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആദ്യമുണ്ട്. ശീലമാകുമ്പോൾ ശരിയാവും. താൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? എന്നെപ്പോലെ ഫസ്റ്റ് ഇയർ ആണോ? ഓ പറയാൻ വിട്ടുപോയി. ഐ ആം സെക്കൻഡ് ഇയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹിസ്റ്ററി. ഓ, തൻ്റെ വീട് ഇവിടെ തന്നെയാണോ അതോ ഹോസ്റ്റൽ? എൻ്റെ നാട് ഇവിടെ അല്ല, ദൂരെയാ. പിന്നെ ഹോസ്റ്റലിൽ തന്നെയാണ് വയ്ക്കാൻ പ്ലാൻ ഇട്ടത്. അറിയത്തില്ല ഇവിടെ എങ്ങനെയാന്ന്. ഓ ഓക്കെ. തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. എനിക്കിവിടെ അറിയാം സ്ഥലമൊക്കെ. സ്റ്റേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പറഞ്ഞാൽ മതി. ഓ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ആ താനിങ്ങനെ എല്ലാത്തിനും താങ്ക്സ് ഒന്നും പറയണമെന്നില്ല. താൻ എന്നെ നല്ലൊരു ഫ്രണ്ടായി കണ്ടാൽ മതി. എന്തിനും എപ്പോഴും ഞാനുണ്ടാവും കേട്ടോ. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. ഇതാ പ്രിൻസിപ്പളിന്റെ ഓഫീസ്. താനെന്നാ ചെല്ല്. താങ്ക് യു സോ മച്ച്. എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഇനിയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുണ്ടെങ്കിലും ഞാൻ പറയാം. സോ ബി ഫ്രണ്ട്സ്. യാ ഷ്യോർ, ഫ്രണ്ട്സ്. എന്നാ ഞാൻ പോട്ടെ. തന്നെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാം. ബൈ. എടാ അളിയ, നീയാള് കൊള്ളാലോ. എന്നിട്ട് എന്താ? അവളുടെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് വന്നു. വീണ്ടും കാണുന്നുള്ള പ്രതീക്ഷയിൽ. സോ ഇനി പതിയെ പതിയെ അവളുടെ മനസ്സിൽ കയറണം നീ. ഓ എന്റെ അളിയ, നീ ഇപ്പൊ ഇവിടെ ഒന്നും അല്ലേ, എവിടെയോ എത്തിയ മാതിരി. എടാ അവക്ക് നിന്നെ ഇഷ്ടാവണ്ടേ? നീ ഇങ്ങനെ ആദ്യം തന്നെ എക്സൈറ്റ് ആവല്ലേ? അവളുടെ മനസ്സിൽ എന്താന്ന് അറിഞ്ഞിട്ട് പതിയെ മതി. എവിടെയെങ്കിലും അവക്കും വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ വെറുതെ ചിന്തിച്ച് വെറുതെ വിഷമിക്കേണ്ടി വരും. സോ വേണ്ട, ഇപ്പൊ തന്നെ പതിയെ ഫ്രണ്ട്സിൽ നിന്ന് മെല്ലെ നീങ്ങ. പിന്നെ എന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണേ. ഓ ഓക്കെ ഓക്കെ, നീ പറഞ്ഞ പോലെ. പിന്നെ നിന്നെ പരിചയപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഈ കാര്യം ഞങ്ങള് രണ്ടല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഓക്കെ? ആ ഓക്കെ. എന്താ രണ്ടും കൂടി ചർച്ച ചെയ്യുന്നേ? ആരെ വളയ്ക്കാനാ? വളയ്ക്കാനോ? ആരെ? എന്തിന്? അതെ, എന്തിന്? എടാ രണ്ടും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ. എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തത്? ഞങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാം. അതൊക്കെ നിനക്കെന്തിനാ? നീ പോടാ. നീയേ നേരത്തെ എന്റെ കൂടെ വന്നില്ലല്ലോ. സോ ഈ കാര്യം നിന്നോട് പറയത്തില്ല. നീ പോ. എടാ ആനന്ദേ, വേണ്ട ഏട്ടാ, എന്നോട് കളിക്കണ്ട. ഞാനേ നിന്നെ കുറിച്ച് നിന്റെ അച്ഛനോട് ചെറുതായിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി, അപ്പൊ തീരും നിന്റെ കാര്യം. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നീ എന്നോട് എല്ലാ കാര്യങ്ങളും പറയണം. ഓ ഇത് വലിയ ശല്യമായല്ലോ. നീ ആരാ? എന്റെ അളിയനല്ലേ? എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യോ? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. നീ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇപ്പൊ ഈ കാര്യം എന്നോട് പറ. ഓ എന്റെ ദേവ, വരുന്ന വഴിക്ക് അവൻ ഒരു കൊച്ചിനെ കണ്ടു. കൊച്ചിനെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ക്രഷ് അടിച്ചു. അതാ അവൻ പറയുമായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി നീ പോയിട്ട് അച്ഛനോട് പറയാനൊന്നും നിൽക്കണ്ട. ഓ അതാണോ? എന്താന്ന്? ആനന്ദേ നിനക്ക്? എടാ എന്തുവാടാ? എവിടെയും അച്ഛനെങ്ങനെ അറിഞ്ഞ തീർന്നു നിന്റെ കാര്യം. അതാ കോപ്പെ ഞാൻ നിന്നോട് പറഞ്ഞത്. ഓ ഇവനൊക്കെ പാവം എന്റെ അനു. അവൾ എങ്ങനെ നിന്നെ സഹിക്കാൻ പോവോ എന്തോ.
എടാ അനുവിന്റെ കാര്യം വിട്. എടാ സത്യത്തിലാ ഞാൻ പറയുന്നേ. അച്ഛൻ അറിഞ്ഞ നിന്റെ കാര്യം പോക്കാം. എടാ അച്ഛൻ അറിയാനൊന്നും പോകത്തില്ല. അച്ഛൻ അറിഞ്ഞാൽ തന്നെ അതൊക്കെ നേരിടാൻ എനിക്ക് പറ്റും. നീ ഒന്നും മിണ്ടാണെന്ന് നീ ആയിട്ട് ഇനി പറയാൻ നിൽക്കണ്ട. എടാ ഞാനായിട്ട് നിന്റെ അച്ഛനോട് ഒന്നും പറയത്തില്ല. നിനക്കറിയാലോ എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്ങാനും ആരെങ്കിലും വഴി എന്തേലും ഇപ്പോ നീ ജസ്റ്റ് അവളെ കണ്ടു ക്രഷ് അടിച്ചു, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അച്ഛൻ അറിഞ്ഞാൽ അതാകെ പ്രശ്നവും. അതാ എനിക്ക് പേടിയാവുന്നേ. നീ ഒന്ന് ശ്രദ്ധിക്കണേടാ. വെറുതെ വല്ല കുഴിയിലൊന്നും ചാണ്ടണ്ട. ആ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കാതിരിക്കും. എടാ ആനന്ദേ, ഇവൻ പറഞ്ഞതിൽ കാര്യമില്ല എന്നല്ല പറയുന്നേ. പക്ഷെ നിന്റെ കൂടെ ഒന്നും ഞാൻ ഉണ്ടാവും, നിനക്ക് എന്തിനും കൂട്ടായിട്ട്. സോ നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ആരുമില്ല എന്ന് ഓർത്തിട്ട്. അതെനിക്ക് അറിയാലോ, നീ ഞാൻ ചാവം വിളിച്ചാലും കൂടെ വരുമെന്ന്. വരും. പക്ഷേ ഇപ്പൊ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നിനക്കറിയാലോ എനിക്കിപ്പോ മിത്രയുണ്ട് എന്റെ കൂടെ. ആ എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാടാ. എന്താ ഗൈസ്, എന്നെ കുറിച്ചാണോ ചർച്ച? ആഹാ, നിന്റെ മിത്രറാണി വന്നല്ലോ. ആരാത് അത്ര ധൈര്യത്തിൽ എന്നെ മിത്ര റാണിന്ന് വിളിക്കുന്നേ? ദേ വേണ്ടാട്ടാ, എന്റെ കയ്യിൽ നിന്ന് കിട്ടും. കേട്ടനാന്ന് ഞാൻ നോക്കത്തില്ല. അല്ലല്ലോ നോക്കിയ പോലെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ പറയണം. നീ പോയേ. നിന്നെ ഇന്ന് ഞാൻ